ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. അർഹത ഇല്ലാഞ്ഞിട്ടും യോഗ്യരല്ലാഞ്ഞിട്ടും ദൈവം നൽകുന്ന ഒന്നാണ് കൃപ. അർഹതപ്പെട്ട ശിക്ഷയിൽ നിന്ന് ഒഴിവ് ലഭിച്ച് ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നതാണ് കൃപ. കൃപ ആവോളം നമ്മിലേക്ക് ചൊരിയുന്ന പരിശുദ്ധ കാലഘട്ടമാണ് നോമ്പുകാലം. നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ കൃപ ഈശോ മിശിഹായല്ല, അവിടുത്തെ രക്ഷയാണ്. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ ഈശോ മിശിഹാ വഴി ഉണ്ടായി. ഈ തിരുവചനത്തിന്റെ ബോധ്യം ശിഷ്യന്മാർക്കും വിശുദ്ധർക്കും ഉണ്ടായിരുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ വഴികൾ നഷ്ടപ്പെടുത്താതിരിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധകൻ എന്ന് പറയുന്നു, തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ ദൈവം നൽകുന്ന അനുകൂല സഹായമാണ് കൃപാവരം. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാതോർക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.